ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും മൈൽ സ്റ്റോണിൻ്റെ നെവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. ഷാനവാസിക്കയുടെ ഫോട്ടോ തമ്മിലൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ രമ്യ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഷാനവാസിനോട് ആ ഒരു പാക്കറ്റിൻ്റെ ആ ഇഷ്യൂവിൽ നിങ്ങൾക്ക് എപ്പോഴും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ രമ്യയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ അല്ല, ഏത് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ഇതാണ്. കാരണം പുറത്തേക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ശരിക്കും പറഞ്ഞാൽ രമ്യ ചോദിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നെവിനോട് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞത്, ആരുടെയും വിചാരം ഷാനവാസും ഞാനും ഭയങ്കര എനിമിയാണ്, ഭയങ്കര ശത്രുതയിലാണ്, പക്ഷെ അങ്ങനൊന്നും അല്ല, ഷാനവാസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഷാനവാസ് ഇക്കയായിരുന്നു, പുറത്ത് വന്നപ്പോഴത്തേക്കും ഷാനവാസായി. എനിവേ, അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ആരെ എന്ത് വിളിക്കണം എന്നുള്ളത്. ഫൈൻ. അതിൽ നെവിൻ പറയുന്നുണ്ട്, ഫസ്റ്റ്ലി ആ ഒരു ഇഷ്യൂവിൻ്റെ ടൈമിൽ റിഗ്രറ്റ് അല്ല, മിക്സ്ഡ് ഇമോഷനായിരുന്നു. എന്താണ് ഉണ്ടായത്, എന്താണ് സംഭവം എന്നറിയാതെ ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഇത് പറയുന്ന ആക്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കണ്ടതാണ് ആ ഇഷ്യൂ. അപ്പം ആ ഇഷ്യൂവിൽ രമ്യ ചോദിക്കുന്നത് വെച്ചാൽ, ആ ഇഷ്യൂവിന് ശേഷം കുറേ ശകാരിച്ചു, കുറച്ച് പണിഷ്മെൻറ്റ് കിട്ടി എന്നൊക്കെയാണ് രമ്യ അവിടെ നിന്ന് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ തമിഴ് ബിഗ് ബോസിനെ കൂട്ട് ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ആയിരുന്നു. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ശിക്ഷ കൊടുത്തതെന്ന് വെച്ചാൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ശിക്ഷയായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് നെവിന് വേണ്ടി മാത്രമായിട്ടൊരു ടാസ്ക് കൊടുക്കുകയും എല്ലാവരെക്കാളും കൂടുതൽ ക്യാഷ് നെവിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നെവിൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു എനിമിയും കാര്യങ്ങളും ഒന്നും അല്ല, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എനിക്കൊരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ തന്നെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ അത് അവിടെ കഴിഞ്ഞു, അതൊരു ഗെയിമാണെന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഇൻ്റർവ്യൂസിൽ വീണ്ടും ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമാണ് മെയിൻലി ഉള്ളത്. രമ്യയുടെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കുന്നതാണ്. മസ്താനി ചോദിച്ച ക്വസ്റ്റ്യൻസ് വിത്ത് ഷാനവാസ്ക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വൈബുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബിഗ് ബോസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെയും കുറച്ച് നല്ല വൈബുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ രമ്യയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് രമ്യ ചോദിക്കുന്നത്. അതിപ്പം നെവിൻ എന്നല്ല, എല്ലാവരോടും രമ്യ ചോദിക്കുന്ന ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നെവിനും ഷാനവാസിക്കയും മിണ്ടത്തില്ല, അവർ തമ്മിൽ ശത്രുതയാണ്, നെവിൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി, ആദില നൂറയ്ക്ക് വേണ്ടിയിട്ട് നെവിനെ പിടിച്ചിട്ട് കൊടുത്തു എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത്. പക്ഷേ നെവിൻ ആയിക്കോട്ടെ ഷാനവാസിക്ക ആയിക്കോട്ടെ ഇതിനെപ്പറ്റി യാതൊരു ബോധേടും അല്ല. ബിക്കോസ് അവർ സംസാരിക്കുന്നുണ്ട്, അവർ എനിമിയല്ല, അവർ ശത്രുതയോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. ഷാനവാസിക്കയും നെവിനും നല്ല ഫ്രണ്ട്സാണോ ചോദിച്ചാൽ ആണ്. എന്ന് വെച്ചാൽ 24 മണിക്കൂറും വിളിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല. ആ ഒരു കാര്യം ആ ഒരു സംഭവം അവർ മറന്നു. ആൻഡ് ഓൾസോ നമുക്കറിയാം ആ ഒരു പാൽ പാക്കറ്റ് ഇഷ്യൂവിൽ എത്രത്തോളം ഷാനവാസിക്ക അത് പെയിൻ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത്. ബിക്കോസ് ഷാനവാസിക്കയുടെ ഫാമിലി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളൊരു ഷാനവാസിക്കയുടെ ഫാമിലി അല്ലെങ്കിൽ കൂടി നമുക്ക് തന്നെ ഭയങ്കര ഒരു ആ ഒരു ടൈമിൽ ആ ഒരു ലൈവിൽ ഷാനവാസിക്ക ഇല്ലാഞ്ഞപ്പോഴും എപ്പോൾ വരും എപ്പോൾ തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിച്ചൊരു വ്യക്തികളാണ്. നമ്മൾക്ക് ഒരുപാട് ഫാൻസസ് ഷാനവാസിക്കയുടെ. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും, എന്നെപ്പോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും നെവിനോട് ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസിക ക്ഷമിച്ചു. പിന്നെ നമുക്ക് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളും ആ ഒരു മൂവ് ഓൺ ചെയ്തു. പിന്നെ ഈ ഇൻ്റർവ്യൂസിൽ വരുമ്പം ഈ രമ്യയെപ്പോലെയുള്ള ഇൻ്റർവ്യൂ ചെയ്യിക്കുന്ന ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയാണ്, എന്താണ് സംഭവം, എന്ത് എതിർത്താലാണ് അവരുടെ ആ ഒരു ആ റേറ്റിംഗ് കൂടി വ്യൂസ് കൂടുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. അതിൽ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു, മസ്താനിയായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടുപിടിക്കുക, അല്ലാതെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലും എന്നെപ്പോലെ തന്നെ ഉള്ള ഒരുപാട് വേറെ പേരുമുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പം ബിഗ് ബോസിന് പുറത്തുള്ള കാര്യങ്ങളാണ് മെയിൻലി ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ എന്തൊക്കെ പറഞ്ഞു, എൻ്റെ കമൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിന് അകത്തുള്ള കാര്യങ്ങൾ പലതും, അതായത് ഇപ്പം നമ്മൾ മസ്തി വിത്ത് മസ്താനിൽ ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനവാസിക്കയും മസ്താനിയും കൂടെ ഇരുന്ന് സംസാരിച്ച് 1 മണിക്കൂറോളം സംസാരിച്ച ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. അതായത് പല കാര്യങ്ങളും പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ബീബിക്ക് തോന്നുന്നത്, ആരെ ഹീറോ ആക്കണം, ആരെ വില്ലൻ ആക്കണം എന്ന്, ഏത് എപ്പിസോഡിൽ എന്ത് കാര്യം പുറത്ത് വിടണം, എന്ത് എഡിറ്റാക്കി പുറത്ത് വിടണം എന്നൊക്കെ ബീബിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല, അത് നമുക്ക് മനസ്സിലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ആ 25 കണ്ടസ്റ്റൻസിലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പുറത്തേക്കും വിട്ടിരിക്കുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്.
ഇറ്റ് ഓൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രൂ മെമ്പേഴ്സ് അല്ലേ, ബിബിയുടെ ക്രൂ മെമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ ഷാനവാസിക്കയും നെവിനും തമ്മിലുള്ള ഇഷ്യൂ അത് അവിടെ തന്നെ തീർന്നു. ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം. അതെല്ലാം കഴിഞ്ഞു. തിരിച്ചിറങ്ങി വന്നപ്പോഴും ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ ഉണ്ട്. എല്ലാവരുടെയും വിചാരം ഞാൻ ഷാനവാസും ഞാനും ഭയങ്കര ശത്രുതയിലാണ് എന്നുള്ളതല്ല. സംസാരിക്കാറുണ്ട്, അവർ ഷാനവാസൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങ് ഒരു സംഭവമേ ഇല്ല. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.